അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറ്റവും സമാധാനയായിട്ടുള്ള ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ അബ്ദുറഹിമാൻ മാസ്റ്റർ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാം എന്ന് ഏറ്റിട്ടുള്ള താനൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ ബഹുമാന്യനായ റഷീദ് മൗര്യ, മുഖ്യാതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മനാഫ് മാസ്റ്റർ, അതുപോലെ തന്നെ ഈ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള വിവിധ സംഘടനകളുടെ സന്നദ്ധ സംഘടനകളുടെ പ്രതിനിധികൾ, അവരുടെ ലീഡേഴ്സ്, എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിക്കുകയാണ്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ കേരളത്തിൽ ഏറെ പ്രയാസകരമായ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറെ ദുരിതമയമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷമാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ വയനാട് സംഭവിച്ചത്. കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ പൊതുബോധം എന്ന് പറയുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ സ്വയം മറന്നുകൊണ്ട് അവിടെ എത്തിച്ചേരുക എന്നുള്ള ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ളൊരു സംസ്കാരം സ്വയം വളർത്തിയെടുത്തുള്ളൊരു വിഭാഗമാണ് സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ. അതിൽ തന്നെ നമ്മുടെ മുന്നിലിരിക്കുന്ന നമ്മുടെ സഹോദരന്മാർ ഞങ്ങളതിന് തയ്യാറാണ് എന്ന് നേരത്തെ പ്രതിജ്ഞയെടുത്ത് നേരത്തെ സന്നദ്ധമായി ഞങ്ങൾ മുഴുവൻ സമയവും ഇത്തരം പ്രയാസം അനുഭവിക്കുന്ന, കഷ്ടപ്പെടുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങൾക്ക് കൈത്താങ്ങായി കൂടെയുണ്ടാകും എന്ന് പ്രതിജ്ഞ ചെയ്ത ആളുകളാണ്. വിവിധങ്ങളായ സംഘടനാ പ്രവർത്തകർ ഇത്തരം കൂട്ടായ്മകൾ നിലനിർത്തിപ്പോരുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത. നമ്മൾ പലപ്പോഴും പറയാറുള്ളത്, നമ്മുടെയൊക്കെ നാട്ടിൽ ഈ വാർക്കപ്പണിക്ക് പോകുന്ന ആളുകൾ, അവരെ നമ്മൾ പുറമെന്നുള്ള, ഇപ്പോൾ ബംഗാളികളെയാണ് നമ്മൾ വിളിച്ച് ചേർക്കാറുള്ളത്. അവരെ വിളിച്ച് ചേർത്ത് ആ പണി കഴിഞ്ഞ് അവരോട് പറയും, നിങ്ങൾ പോയിക്കോളി, ഇനി അടുത്ത പണി ഉണ്ടാകുമ്പോൾ വിളിക്കാം. ആ ഒരു സംഗതി നമ്മൾ കാണാറുണ്ട്. എന്നാൽ കേരളത്തിലെ മനുഷ്യപ്പറ്റുള്ള, മനുഷ്യനന്മ ആഗ്രഹിക്കുന്ന സംഘടനകൾ അങ്ങനെ ഒരു സമീപനമല്ല സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് നേരത്തെ പ്രളയമുണ്ടായപ്പോഴും അതേപോലെ തന്നെ കോവിഡ് കാലത്തും അതിനുശേഷം നമ്മളെ വയനാടും അത് അപങ്കുരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് സിസ്റ്റമാറ്റിക്കായി പരിശീലനം സിദ്ധിച്ച, ഇത്തരം പ്രവർത്തനങ്ങളിൽ എങ്ങനെ ഇടപെടണമെന്ന് കൃത്യമായി ബോധ്യമുള്ള, എങ്ങനെ മനുഷ്യനുമായി എങ്ങനെ സഹകരിക്കണമെന്ന് ബോധ്യമുള്ള, എങ്ങനെ അവരായിട്ട് പെരുമാറണമെന്ന് കൃത്യമായി ധാരണയുള്ള വിഭാഗങ്ങളെ ഓരോ സംഘടനയും ലാഭേച്ഛയില്ലാതെ സന്നദ്ധമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസരത്തിലാണ്, അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് നമ്മളിങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെയൊരു കൂട്ടായ്മ സംഘടിപ്പിക്കാൻ ഇസ്ലാം വിചാരവേദിയെ പ്രേരിപ്പിച്ചൊരു ഘടകം എന്ന് പറയുന്നത്, നമുക്കറിയാം, ഇന്നും പല മുൻകാല ദുരന്തങ്ങളും ദുരിതങ്ങളും ഒന്നും പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റോ ഏതെങ്കിലും ഒരു സംഘടനയോ ഏതെങ്കിലും വ്യക്തിയോ ഏതെങ്കിലും സാമ്പത്തിക ശേഷിയുള്ള ആളുകളോ മാത്രം വിചാരിച്ചാൽ, നമ്മൾ അടിവരയിടേണ്ട കാര്യം മാത്രം വിചാരിച്ചാൽ പരിഹരിക്കാവുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളുമല്ല നിലവിലുള്ള സമൂഹത്തിനുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് നിർബന്ധമായും നമ്മുടെ കൂട്ടായ്മകളും പരസ്പര ധാരണകളും പരസ്പര ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവേണ്ടതുണ്ട്. അതിന് താനൂർ മണ്ഡലത്തിലെ വയനാട്
പ്രയാസത്തിൽ പങ്കെടുത്ത, നേരത്തെ വിളിക്കാൻ കാത്തു നിൽക്കാതെ തന്നെ അവിടെ എത്തിച്ചേർന്ന ഒരുപാട് ആളുകളുണ്ട്. അത് അവിടെ സന്നദ്ധതയാണ് അറിയിക്കുന്നത്. അപ്പോൾ അത്തരം ആളുകളെ ആദരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അവിടെ ആ പ്രവർത്തനത്തെ അത് റിയാഹിൻ്റെ പേരിലല്ല, ഒരു കാട്ടിക്കൂട്ടലിൻ്റെ പേരിലല്ല. പല ആളുകളും നമുക്കറിയാം, അവിടെ പോയ ആളുകളാണ് ഇതിൽ ഉള്ള ഭൂരിപക്ഷം ആളുകളും. ആരും എക്സ്പ്ലോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് ഇങ്ങനെ ജനങ്ങളെ കാണിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിച്ചല്ല. കാരണം ജനങ്ങളെ കാണിക്കുന്ന അല്ലെങ്കിൽ മീഡിയയിൽ വന്നിട്ടുള്ള പ്രവർത്തകരെന്ന് നമ്മൾ കാണുന്നത് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ്. വളരെ പ്രയാസകരമായ ജോലികൾ ചെയ്തിരുന്ന മറ്റൊരുപാട് ആളുകളുണ്ട്. ഏതായാലും നമ്മുടെ ഈ ഒരു കൂട്ടായ്മ ഒരു ദുരിതം അല്ലെങ്കിൽ ഒരു പ്രയാസം വരുമ്പോൾ മാത്രം അല്ലെങ്കിൽ അതിന് കാത്തു നിൽക്കാതെ നിരന്തരമായി ഈ വിഷയങ്ങളിൽ ഇടപെടുന്ന ആളുകളാണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഓരോ സംഘടനക്കും അതിൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകളും കാര്യങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, മനുഷ്യൻ മാത്രമല്ല സ്നേഹിച്ചാൽ തിരിച്ച് സ്നേഹിക്കുന്നത്. മനുഷ്യന് മാത്രമുള്ള പ്രത്യേകതയല്ല. നമ്മളെ വീട്ടിൽ വളർത്തുന്ന അരുമ മൃഗങ്ങൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ അരുമ പക്ഷികൾ എന്ന് പറയുന്ന സംഗതികളൊക്കെ അങ്ങോട്ട് സ്നേഹം കൊടുത്താൽ ഇങ്ങോട്ട് സ്നേഹം തരുന്ന ആളുകളാണ്. അപ്പോൾ മനുഷ്യൻ്റെ മാത്രം പ്രത്യേകതയല്ല അങ്ങോട്ട് സ്നേഹിച്ചാൽ ഇങ്ങോട്ട് സ്നേഹിക്കുക എന്നുള്ളത്. മനുഷ്യൻ്റെ പ്രത്യേകത അങ്ങോട്ട് സ്നേഹിച്ചിട്ടില്ലെങ്കിലും ഇങ്ങോട്ട് സ്നേഹിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങളും പോരായ്മകളും അല്ലെങ്കിൽ പരസ്പര ആശയപരമായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ നിലനിൽക്കെ തന്നെ നന്മയിൽ കൈകോർക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അത്തരമൊരു കൈകോർക്കലിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കേരളത്തിന് കണ്ടു. വയനാടൊക്കെ അതിൻ്റെ നേർദൃക്സാക്ഷികളായ ആളുകളാണ് നിങ്ങളൊക്കെ. അവിടെ ഏതെങ്കിലും സംഘടനയുടെ ബാനറുകളോ അതല്ലെങ്കിൽ ടീഷർട്ടുകളോ ഒന്നും നോക്കിയിട്ടല്ല പരസ്പരം കൈകൊടുത്ത് സഹായിച്ചതും പരസ്പരം ദുരന്തങ്ങളിൽ മറ്റുള്ളവരെ പരിഗണിച്ചതുമൊക്കെ. അതുകൊണ്ട് തന്നെ അത്തരമൊരു ആലോചനയ്ക്ക് നമ്മളെ താനൂർ മണ്ഡലത്തിൽ കൂടി ഭാവുകാക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ആലോചനയ്ക്ക് ഈ ഒരു കൂട്ടായ്മ തുടക്കം കുറിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഉദ്ഘാടകൻ നേരത്തെ പറഞ്ഞതുപോലെ എത്തിച്ചേരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 7:30 മണിക്കാണ് മയ്യത്ത് നമസ്കാരം. അത് കഴിഞ്ഞാൽ അദ്ദേഹം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് മയ്യത്ത് നമസ്കാരത്തിൻ്റെ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമോ എന്നറിയില്ല. അപ്പോൾ അദ്ദേഹം വരുന്ന മുറയ്ക്ക് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നടക്കും. അതിന് മുമ്പ് നമ്മുടെ മുഖ്യാതിഥി KNM മർക്കസ് ദാവയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി കൂടിയായിട്ടുള്ള മനാഫ് മാസ്റ്റർ നിർവഹിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മളവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഉപഹാരം നൽകണമെന്ന് നമ്മൾ ആലോചിച്ചതാണ്. പക്ഷെ അതിലുള്ളൊരു പ്രയാസം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇതിൽ തന്നെ പേര് തന്ന ആളുകളുണ്ടായിരുന്നു. ഇത്ര ആളുകൾ പങ്കെടുക്കും, ഇത്ര ആളുകൾ പങ്കെടുക്കും. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ പല ആളുകളും വിളിച്ചു പറഞ്ഞ് ഞങ്ങൾക്ക് അവിടെ ഇതുണ്ട്, ഇവിടെ പരിപാടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഒരു പരിപാടി നമ്മൾ ഒഴിവാക്കി. ഏതൊരു ഓർഗനൈസേഷനാണോ ആ ഓർഗനൈസേഷന് നമ്മളിവിടെ ഒരു മെമൻറ്റോ സമർപ്പിക്കുന്നുണ്ട്. സന്നദ്ധ സംഘടനാ പ്രതിനിധീകരിച്ച് ഇവിടെ സംസാരിക്കുന്നത് IRWനെ പ്രതിനിധീകരിച്ച് സംസാരിക്കുക സിദ്ദീഖുൽ അക്ബറാണ്. ടീം വെൽഫെയറിനെ പ്രതിനിധീകരിച്ച് ഇവിടെ കുറഞ്ഞ വാക്കിൽ സംസാരിക്കുന്ന അബ്ദുസ്സലാം. വൈറ്റ് ഗാർഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മുജീബ് മാസ്റ്റർ. SDPIയിലെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഫിറോസ്. യൂത്ത് കെയർ എന്നെ പ്രതിനിധീകരിച്ച ഷൗക്കത്ത്. സ്കൗട്ട് ആൻഡ് ഗൈഡ്സിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നവാസ് വിവിയൻ. ട്രോമ കെയറിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് റസാഖ്. യൂണിറ്റി സോഷ്യൽ സർവീസ് മൂവ്മെൻറ്റിനെ പ്രതിനിധിച്ചുകൊണ്ട് ആബിദുർ റഹ്മാൻ. ഈലാഫിനെ പ്രതിനിധിച്ചുകൊണ്ട് നാഫി CN. ഇത്രയും ആളുകൾ നമ്മളെ അഭിസംബോധന ചെയ്യും. ഏതായാലും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കാൻ ബഹുമാന്യനായിട്ടുള്ള
അബ്ദു മാസ്റ്റർ അവരെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. വാ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.